三七五六一二三七走绕嘿这是个脸呗വെൽക്കം ടു ആർ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവോക്ക് അക്കാദമിയുടെ മുൻപിലാണ്. ഇവോക്ക് അക്കാദമിയുടെ പവന എന്ന മിടുക്കിക്കുട്ടിയെ പരിചയപ്പെടാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, വെൽക്കം ടു ആർ ആൻഡ് വ്ളോഗ്. നമസ്കാരം പവന. ഞാൻ നേരത്തെ പറഞ്ഞ മിടുക്കിക്കുട്ടി പവനയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. മറ്റേയാൾ പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അതല്ല ശരി, പറയാൻ പറ്റില്ല. നമുക്ക് കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ ഈ പവന ഈ രംഗത്തേക്ക് ഈ കരാട്ടെ ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം, അതുപോലെ ഒരു പ്രചോദനം എന്താണ് പവനക്ക് കിട്ടിയത്? ഈ ചെറുപ്പത്തിൽ എനിക്ക് ഒരുവിധ എല്ലാ ആർട്ട് ഫോംസിനോടും ഒരു താല്പര്യമുണ്ട്. ഡാൻസ് ആയാലും എന്താ ഒരു ഇപ്പൊ സ്പോർട്സ് ആയാലും എല്ലാത്തിനോടും ഒരു താല്പര്യം കൂടുതലാണ്. ഇപ്പൊ കരാട്ടെ എന്നൊരു ഫീൽഡ് ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നോടത്ത് കരാട്ടെ അഭ്യസിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിന്റെ ഒരു ക്രേസ് വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇത്രത്തോളം എത്തുന്നു വിചാരിച്ചില്ല. അന്ന് നമ്മൾ തുടങ്ങുന്നതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പൊ ഈ പവന എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം എന്ന് പറയാം. ചില ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ള അങ്ങനെയാണല്ലോ ഈ രംഗത്തേക്ക് എനിക്കിങ്ങനെ അത് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമാണല്ലോ. അത് തീരുമാനം എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റുണ്ടാവില്ല. അത് പിന്നെ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കിയതിനു ശേഷം പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങത്തുള്ളൂ. ഈ കരാട്ടെ ഇത് ശരിക്കും ഒരു അഭ്യാസം മാത്രമാണോ അത് നമ്മള് കായികമായിട്ടും? അല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കരാട്ടെ പഠിച്ചതുകൊണ്ട് ഇപ്പം സെൽഫ് ഡിഫെൻസ് മാത്രമല്ല, ഹെൽത്ത് പരമായിട്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ മൈൻഡ് വൈസ് നമ്മൾ കുറെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ബെറ്റർ ആയി മാറും. എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള നമുക്കൊരു എന്താ പറയാ, മാനസികമായിട്ട് നമുക്ക് അങ്ങനെ അതിജീവിക്കാനായിട്ട് കൂടുതൽ സാധിക്കും. അതേപോലെ തന്നെ ഹെൽത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരല് കുറയും. സ്വാഭാവികമായിട്ട് മറ്റു കുട്ടികളിൽ വിട്ട് അസുഖങ്ങൾ കുറയും. പിന്നെ നമുക്ക് പെട്ടെന്ന് വല്ല ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടും, ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടും. നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് അത്. അത് എനിക്ക് ഓൾറെഡി സംഭവിച്ചിട്ടുമുണ്ട്. 2 വട്ടം എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ പോയപ്പോ 2 വട്ടം ആക്സിഡന്റിൽ നിന്ന് നിഷ്പ്രയാസം ഞാൻ രക്ഷപ്പെട്ടു. അത് അതെന്താ സംഭവം എന്നറിയില്ല. നമ്മൾ അത് പെട്ടെന്ന് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡി അതുപോലെയൊക്കെ എന്താ പറയാ ഉരുണ്ടും തിരിഞ്ഞൊക്കെ നമ്മൾ പഠിക്കുന്ന കാരണം ഓട്ടോമാറ്റിക്കലി അത് എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുന്നത്. അലേർട്ടായിരിക്കും. അത് ആക്ച്വലി എന്തെങ്കിലും എന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പാമ്പല്ലൂർ സിഗ്നലിന്റെ അവിടെ വെച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടായതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒന്നും പറ്റാതെയാണ് ഞാൻ എണീറ്റ് വന്നത്. എനിക്കൊന്നും സംഭവിച്ചില്ല. കൈയോടിയ കാലോടിയ ഒന്നും ആബ്സെന്റ് മൈൻഡ് പറഞ്ഞാൽ അതെന്ത് മനസ്സിലാവുന്നില്ല. അല്ല, നമ്മൾ ചില സമയത്ത് ബ്ലാങ്ക് ആയി പോകും. ചില സമയത്ത് അങ്ങനെ ഒരു വിഷയങ്ങളൊന്നുമില്ല. നമുക്കിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ ഇച്ചിരി എന്താ പറയാ മൈൻഡ് ഒന്ന് ഡള്ളാവേ അല്ലെങ്കിൽ വല്ലാണ്ട് ഓവർ സ്ട്രെസ് ആവേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബൈക്ക് എടുത്ത് പുറത്തേക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് വരും. ഞാൻ കൂളായിട്ടുണ്ടാവും. അങ്ങനെ വേറെ പ്രശ്നങ്ങൾ. അതുപോലെ ഈ നമ്മൾ കരാട്ടെ അഭ്യസിച്ച ഒരാളും അഭ്യസിക്കാത്ത ഒരാളും തമ്മിൽ നമുക്ക് ഒരു കമ്പയർ ചെയ്യാൻ പറ്റും. അവരുടെ എന്താ പറയാ ഒറ്റ നോട്ടത്തില് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കരാട്ടെ പഠിച്ച കുട്ടീനെയും പഠിക്കാത്ത കുട്ടീനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു സാധാരണക്കാരെ പോലെ തന്നെ കരാട്ടക്കാര് ഉണ്ടാവാം. വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവർ കുറച്ചും കൂടി മുന്നിലായിരിക്കും. തന്നെയല്ല, കരാട്ടെ പഠിച്ചതിന് ശേഷം ഇവിടെ കുട്ടികളുടെ പാരന്റ്സ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവരെ തല്ലാൻ പോകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇവരെ കൈ ബ്ലോക്കിലേക്ക് പോവാണ്. അപ്പൊ പാരന്റ്സിന്റെ കൈ വേദനിക്കുന്നു. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. കുട്ടികൾ അറിഞ്ഞുകൊണ്ട് അവരുടെ പാരന്റ്സിനെ ഉപദ്രവിക്കുന്നില്ല. പക്ഷെ അവരെ തല്ലാൻ പോകുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി കൈകൊണ്ട് ഇങ്ങനെ ചുമ തട്ടുമ്പോഴേക്കും തന്നെ അവരെ കൈമയ്ക്ക് പെയിൻ വരുന്നത്. അതായത് ഇവരുടെ കൈ കുറച്ചും കൂടി സ്ട്രോങ് ആയി മാറാണ്. അതാണ് ഉണ്ടാകുന്നത്. അപ്പൊ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഇവർ മറ്റു കുട്ടികളിലും വിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്ന് കൈയൊടിയ കാലൊടിയ ഈ വക പ്രശ്നങ്ങളൊക്കെ. പണ്ട് ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഒരു 40 വർഷം മുൻപത്തെ കാര്യം ഞാൻ പറയുന്നത്, പൂക്കോട് സ്കൂൾ SNDP സ്കൂളില് പവന അവിടെയാണ് പഠിച്ചിരിക്കുന്നത്. അല്ല,
അപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ അവർ വരാറുണ്ട്. അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ വലിയ ചേട്ടന്മാരാണ്, അന്നത്തെ ഒരു എനിക്കുള്ള 10-25 വയസ്സ് പ്രായമുള്ളവരാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒളിഞ്ഞു നോക്കും അവര് കരാട്ട പഠിപ്പിക്കുന്നു. അപ്പൊ അന്ന് കാലത്ത് എന്ന് വെച്ചാല് ആരും ഇതിന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രക്ഷിതാക്കളായാലും ഇപ്പൊ നമ്മൾ ചെന്ന് ചോദിച്ചാൽ കരാട്ട പഠിക്കുമ്പോൾ ഇത് പഠിക്കാനൊന്നുമില്ല. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു. എന്റെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒരു വെറും 3 ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതേസമയം നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്ന കണ്ടാലും അറിയാം, ഒരുപാട് പെൺപിള്ളേര് മാത്രം ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോ വീട്ടമ്മമാര് വരെ. അതെ, ഇന്നിപ്പോ ആ കാഴ്ചപ്പാട് മാറി. ഇപ്പൊ രക്ഷിതാക്കൾ തന്നെ പറയണം മക്കളോട് നിങ്ങൾ കരാട്ട പഠിക്കണം. അല്ല, അത് ആവശ്യമായി തുടങ്ങി കാലഘട്ടത്തില്. കരാട്ട വളരെ അത്യാവശ്യമായി തുടങ്ങി. അത് ഇതും സെൽഫ് ഡിഫൻസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഇത്തിരി ഇതായതുകൊണ്ട് ഇത്തിരി സംഘർഷകരമായ സിറ്റുവേഷൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. തന്നെയല്ല, കുട്ടികൾ കൂടുതൽ ഫോണിന് അഡിക്റ്റ് ആയി മാറുന്നത് കൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വരുന്ന ടൈമിൽ കുട്ടികൾ ഫോൺ യൂസ് ചെയ്യില്ല. തന്നെയല്ല, ഇവിടുന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇവര് ടയേർഡ് ആയിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ നേരം കാണത്തുള്ളൂ. ഇവർക്ക് പിന്നെ ഫോണോ ഒന്നും നോക്കിപ്പോയി ഉറങ്ങിപ്പോകും ആ സിറ്റുവേഷൻ. അപ്പൊ എൻഗേജ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ, കുട്ടികൾ എപ്പോഴും എൻഗേജ്ഡ് ആകുമ്പോൾ അത് റെസ്പോൺസിബിലിറ്റി കൂടും. തന്നെയല്ല, അവരുടെ എന്താ പറയാ പേഴ്സണാലിറ്റി തന്നെ വ്യത്യാസം വരും. നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കും. അതൊരു ഒരു മാറ്റം കുട്ടികളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മളെ പോലെ കുറച്ച് ഇങ്ങനെ ഒടിഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു ഇതല്ല, സ്റ്റഡി ആയിട്ടിരിക്കുക. അതുപോലെ നടക്കണേലും അതെ. പിന്നെ എന്ത് കാര്യം ചെയ്യാൻ ഒരു വില്ലിങ് ആയിരിക്കും. നമ്മളിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറയില്ല. അവർക്ക് അറിയാത്ത കാര്യം ചോദിക്കും, എന്ത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കില്ലാതെ അവർ ചെയ്യാതിരിക്കത്തില്ല. കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയി മാറും. പണ്ട് കരാട്ടെ പഠിച്ച ആളുകളെ നമുക്ക് വളരെ കൗതുകത്തോടു കൂടി നോക്കാം. ആ ചേട്ടൻ പോണത് ബ്ലാക്ക് ബെൽറ്റ്. എല്ലാവരും ബ്ലാക്ക് ബെൽറ്റ്. അല്ല, അന്ന് വെച്ചാല് അപ്പൊ ഇവിടെ ഈ ടീഷർട്ടൊക്കെ ഇവിടെ വരെയുള്ള ടീഷർട്ട് ഇടും, ടൈറ്റ് മസിലൊക്കെ ഇങ്ങനെ പിടിച്ച്. അപ്പൊ അന്ന് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോ ഇതിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് വരും. ഇതിലൊക്കെ തഴമ്പ്. അത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ കരാട്ടെ അത് ഭയങ്കര എന്താ പറയാ, അത്രയും കഠിനമായിട്ടായിരുന്നു പ്രാക്ടീസ് മണലിങ്ങനെ. അതെ അതെ അതെ. ഇപ്പൊ അതില്ല. ഇപ്പൊ സ്പോർട്സ് കരാട്ടയിലേക്ക് മാറി. നമ്മളടുത്ത് സ്പോർട്സ് കരാട്ടെ കൂടെ പോകുന്നത് സ്പോർട്സ് കരാട്ടയിലേക്ക് മാറി. അപ്പൊ അത്രയും ഒരു ഹാർഡല്ല, പോകുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അത്രയും ആ ഒരു ഇതിലേക്ക് ട്രെയിനിങ്ങിൽ വ്യത്യാസം വന്നു. സ്പോർട്സ് കരാട്ടെ ആയി, പിന്നെ അപ്ഡേഷൻ വന്നു. കരാട്ടയിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നു. അപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്ത് വന്നു. അത് പക്ക ജപ്പാനീസ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പണ്ട് കാലത്ത് എന്താണെന്ന് എനിക്കറിയില്ല. 40 വർഷം മുന്നേ ഞാൻ ജനിച്ചിട്ടില്ല, എനിക്കറിയില്ല അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നറിയില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് വാക്കുകൾ ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങി. അതേപോലെ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങി കുട്ടികളുടെ മൂവ്മെന്റ്സ്. അതുകൊണ്ട് ഇപ്പം മറ്റൊരെക്കാളും അതുമല്ല, മറ്റേത് പണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഹാർഡാണ്, വെരി ഹാർഡാണ്. ഇപ്പൊ അത്രയും ഹാർഡ് എന്നല്ല. അത് അന്ന് ബാച്ചിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 20 ആളില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു 15 ആളായി, പിന്നെ 5 ആളായി. ചിലപ്പോ ഒരാളും ഇല്ല. ഇപ്പൊ ഇവിടെ ഇത് എത്ര വയസ്സ് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം? ഇവിടെ നമുക്ക് ഒരു 4 വയസ്സ് തൊട്ട് അഡ്മിഷൻ ഉണ്ട്. പിന്നെ പ്രായപരിധി മുകളിലേക്ക് ഇല്ല? ഇല്ല, അതാർക്കും ഹെൽത്ത് അങ്ങനെയില്ല. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരാട്ടെ ചെയ്യുന്നവരിലൂടെ ഹെൽത്ത് വന്നോളൂ. നമ്മളൊരാളെയും അതിനെ തളർത്തി വിടാറില്ല. 4 വയസ്സ് തൊട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ആര് വന്നാലും നമ്മൾ അഡ്മിഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. പ്രാക്ടീസ് നന്നായി പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബോഡിയൊക്കെ അല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡി ഹെൽത്തി ആവുമല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ലതാണ്. പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്, നല്ല ഒരു ഊർജം കിട്ടുന്നുണ്ട് ഉണ്ടല്ലോ. അതായത് എനിക്കൊരു വർഷം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ കരാട്ടേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഇത്ര ഏജ് ആയെങ്കിലും ബോഡി ഹെൽത്തി ആയത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഞാൻ റിക്കവർ ആയത്. ഇവിടുത്തെ സ്റ്റാഫാണ് ഞാൻ. പഠിക്കണോണ്ട് യെല്ലോ ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇവിടെ സ്റ്റാഫായിട്ട് കയറിയിട്ട് 1 വർഷമായി. അപ്പൊ ഈ കരാട്ടെ
ഈ സ്ഥാപനം ഇപ്പൊ എത്ര വർഷമായി പറഞ്ഞു? നമ്മളത് ഞാൻ 20 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ എനിക്ക് 24 വയസ്സ്. അപ്പം 4 വർഷം കംപ്ലീറ്റ്. കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. പക്ഷെ അതിനു മുമ്പ് ഇതിനുള്ള ശ്രമങ്ങൾ അതിനു മുന്നേ നമ്മളൊരു 10 വർഷമായി ഇപ്പൊ കരാട്ടെ ക്ലാസ് ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പഠിച്ചൊരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ലാസ് ഇട്ട് തുടങ്ങിയായിരുന്നു. അവിടെ പൂക്കോട് തന്നെയാണ് തുടങ്ങിയത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കീനൂർ അമ്പലത്തിന്റെ തൊട്ടന്നെ റൂമിലാണ് നമ്മൾ തുടങ്ങിയത്. ചെറിയ തോതിലാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ പോലും അറിയാണ്ട് കയറി വന്നതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ ഇത് തുടങ്ങുമ്പോ ഈ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെ കടക്കുന്നു പ്രതീക്ഷിച്ചില്ല. പക്ഷെ അന്ന് ഞാൻ ക്ലാസ് തുടങ്ങി ഒരു 5-6 മാസം അത്രേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നായിരുന്നു. ഒരു ഇങ്ങനെ പോലെ സെറ്റ് ചെയ്യണം. അതിൽ ഇങ്ങനെ കുറെ അന്ന് അക്കാഡമി എന്നുള്ള വാക്കൊന്നും എന്റെ മനസ്സിലില്ല. ഇങ്ങനെ ഇവോക്ക് എന്നുള്ള പേര് ഞാൻ തന്നെ സെലക്ട് ചെയ്തു. ഞാൻ ഈ ഗൂഗിളിൽ ഇരുന്ന് സെർച്ച് ചെയ്ത് എല്ലാത്തിനും മീനിങ്ങുകൾ എടുക്കും. അങ്ങനെ മീനിങ്ങുകളൊക്കെ എടുത്ത് ഇവോക്ക് ഞാൻ ഇവോക്ക് എന്ന് പറഞ്ഞ തുടങ്ങുന്ന സമയത്ത് ഇവോക്ക് എന്നുള്ള പേര് ഞാൻ അധികം കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇവോക്ക് കൊറേ വന്നു തുടങ്ങി. ഇപ്പൊ ആ ടൈമിൽ ഒരു 4 വർഷം മുന്നേ എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല ഇവോക്ക് എന്നുള്ളത് വേറെ ഒന്നുമില്ല. ഉണർത്തുക, ഉണരുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നാടിനൊന്നും ഉണർത്താം, അത്രേ ഉള്ളൂ. നമ്മുടെ നാട് അത്യാവശ്യം നല്ല രീതിക്ക് ഉണർന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ തന്നെ 300 പേരുണ്ടെന്നല്ലോ ഈ യോഗയും എല്ലാം കൂടിയിട്ട്. അതിന് കരാട്ടയ്ക്ക് മാത്രം നമുക്ക് ഉള്ളത് ഒരു 200ഓളം കുട്ടികൾ വരുന്നത്. കരാട്ടയ്ക്കാണ് കൂടുതൽ കുട്ടികളുള്ളത്. എത്ര ബാച്ചുകളായിട്ട് രാവിലെ നമുക്ക് 4 ബാച്ച് ഉണ്ട്. മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ബാച്ചുകൾ സത്യത്തിൽ ഇവിടെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് ശനി ഞായറും മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ ഒരു ബാച്ച് ഉണ്ട്. പിന്നെ ഈവനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മദേഴ്സിന് മാത്രം, വുമൺസിന് മാത്രം ഒരു ബാച്ച് ഉണ്ട്, സെപ്പറേറ്റ് ബാച്ച്. പിന്നെ ഒരു 4 മണി തൊട്ട് 6 മണി വരെ റെഗുലർ ബാച്ച്. അതിൽ കുട്ടികളെ കൂടുതലുണ്ടാവും, ചെറിയ കുട്ടികളെ കൂടുതലുണ്ടാവാം. പിന്നെ സീനിയേഴ്സ് ബാച്ചിന് 6 മണി തൊട്ട് 8 മണി വരെ വൈകിട്ട്. അതിൽ വലിയ കുട്ടികളാണ് കൂടുതലും വരുന്നത്. ഇതില് കരാട്ടെ എന്ന് പറയുമ്പോ ഒരു എന്താ പറയുന്ന വെറും കൈ അങ്ങനെ എന്തോ അല്ല, കാരണം നമുക്ക് ആയുധങ്ങൾ ഇതില് വരുന്നില്ല. നഞ്ചക്കൊക്കെ ഇതില് വരും. നെഞ്ചക്കോ ആക്ച്വലി കരാട്ടയിലുള്ളതല്ല. അത് ഇതില് പിന്നീട് ബ്രൂസിലൊക്കെ ബ്രൂസിലിയുടെ ഏറ്റവും വലിയൊരു ബ്രൂസിലിക്ക് ഇത് മാത്രമല്ലല്ലോ, കരാട്ടെ മാത്രമല്ലല്ലോ, അതിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നാണ്. പിന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയതുകൊണ്ട് കുട്ടികളെ നമ്മളുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാലും ഉണ്ട്. റബ്ബർ അല്ല, വുഡിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് പിന്നെ യൂസ് ചെയ്യുമ്പോൾ മറ്റേ എന്താ പറയാ ഫോമിന്റെ മോഡൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കക്കാസുക്കി, ഹോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കരാട്ടയുടെ മെയിൻ കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. മുൻചാക്ക് എടുക്കുന്നുണ്ടെങ്കിലും അത് ചെറുതായിട്ട് കുട്ടികൾക്ക് സജഷൻ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ നമുക്ക് സ്പോർട്സിലേക്ക് വരുമ്പോൾ നമുക്ക് കക്കാസും കുമിറ്റേഴ്സാണ് മെയിൻലി വരുന്നത്. അവിടെ നമുക്ക് ഈ മുൻചാക്കിന്റെ ഒരു ഏരിയ വരുന്നില്ല. മുൻചാക്കിന്റെ ഇത് വരുന്നത് വേറെ മാർഷൽ ആർട്സിലാണ് ശരിക്കും. മുൻചാക്ക് ഇതിൽ അതെ വരുന്നില്ല. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ്. കാരണം കുട്ടികൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് കാണിക്കുന്നുണ്ട്. ഇതന്നെയാണ് കാരണം വീഡിയോസ്, ബ്രൂസിലിയുടെ വീഡിയോസ് കണ്ടുവരുന്ന കുട്ടികൾ ഉറപ്പായിട്ടും അവരത് പറയും. അപ്പൊ അവർക്ക് ഒരു സമാധാനത്തിനും അവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കാനും വേണ്ടിട്ട് നമ്മൾ കുറച്ച് പഠിപ്പിക്കും. ഇവോക്കിനെ സംബന്ധിച്ചിട്ടാണോ? ഇവോക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അധികം വൈകാതെ ഒരു 5 വർഷത്തിനുള്ളിൽ കുറച്ച് ഗുഡ് ന്യൂസസ് കേൾക്കാൻ പ്ലാനുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ ഓൾറെഡി. അപ്പൊ ഇവിടെ ഞാൻ മെയിൻലി കരാട്ടെയാണ് എടുക്കുന്നത്. ബാക്കി എല്ലാത്തിനും സ്റ്റാഫുകളുണ്ട്. എല്ലാ വേറെ വേറെ ഐറ്റംസിനും ഓരോരോ സ്റ്റാഫുകളാണ്. പിന്നെ സപ്പോർട്ടിങ് എന്ന് പറയുന്നത് ഇപ്പം എന്റെ ഫിയാൻസ് നല്ല സപ്പോർട്ടിങ് ആണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ആള് നല്ല സപ്പോർട്ടിങ് ആണ്. ആളിപ്പോ ദുബായിലാണ്, മറീൻ എഞ്ചിനീയർ ആണ്. ആള് എന്താ പറയാ, ഇല്ല ആള് കരാട്ടെ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആള് ഫിറ്റ് ആണ്. എക്സസൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ നോക്കുന്ന ആളാണ്. എന്തെങ്കിലും കുറച്ചും കൂടി കൂടുതൽ പിന്നെ ആള് ഫുള്ളി ഭയങ്കര സപ്പോർട്ട്. അത് ഇന്നത്തെ ജനറേഷനിൽ അങ്ങനത്തെ ആമ്പിള്ളേരെ കാണാന്ന് പറഞ്ഞാൽ വളരെ റയറാണ്. കാരണം ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല അധികം.
പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, പുള്ളിയും ട്രാവൽ ചെയ്യുന്ന ആളാണ്. തന്നെയല്ല ഒരു ഗേൾസിനെ സംബന്ധിച്ച് എന്താ പറയാ, അവരെ ട്രാവൽ ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും. ഇടയ്ക്ക് എനിക്ക് സോളോ പോകുന്നത് ഞാൻ സോളോ പോകും. അതേപോലെ ചിലപ്പോൾ നമ്മുടെ റൈഡിങ് ടീമിൽ ഉണ്ടാവും കൂടുതൽ ജെന്റ്സ് ആയിരിക്കും, ലേഡീസ് അധികം ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം പെട്ടെന്ന് സിനിമയ്ക്ക് പോകാൻ തോന്നി, സെക്കൻഡ് ഷോ കൂടെ ഞാനിങ്ങനെ പോവും. എനിക്ക് പോകണം തോന്നി ഞാൻ പോവും. അതിലിപ്പോ ആൾക്ക് ഒരു വിഷയമില്ല, ആൾ ഫുൾ സപ്പോർട്ടാ. അങ്ങനത്തെ ജെന്റ്സിനെ നമുക്ക് ഇന്നത്തെ കാലത്ത് അധികം കാണാൻ കിട്ടില്ല. തന്നെയല്ല ആളും കുറച്ച് വർക്കോളിക്കാണ്, അത്യാവശ്യം നല്ലോണം സമ്പാദിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് സമ്പാദ്യം ചിലപ്പോൾ കുറവായിരിക്കും, ഞാൻ ചെലവ് കൂടുതല. ഞാൻ ട്രാവൽ ചെയ്യാ, ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തില. സ്വന്തമായി ഉണ്ടാക്കാം, സ്വന്തമായി എടുത്തു കൊടുക്കാം, ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തായാലും അവനെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പൊ ഒരു 5 yearsനുള്ളിൽ കുറച്ച് ഗുഡ് ന്യൂസസ് കേൾക്കാം. തന്നെയല്ല ഭാവിയിലത്തെ മെയിൻ പ്ലാൻ എന്താ വെച്ചാൽ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ബ്രാഞ്ച് എല്ലാ ഒരു ജില്ലയിൽ എത്തണം എന്നാണ്. ഇപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ചിലതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നപ്പം എനിക്ക് വേറെ ജില്ലകളിൽ നിന്ന് കോൾ വന്നായിരുന്നു. അവിടെ അക്കാഡമി ഉണ്ടോ ചോദിച്ചിട്ട്, വോക്ക് അക്കാഡമി അവിടെ ഉണ്ടോന്ന് ചോദിച്ചിട്ട് കോൾസ് വന്നായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ അക്കാഡമി ഇല്ലാത്ത കൂടെ മാത്രം അക്കാഡമി ഉള്ളൂ പറയുന്ന വന്നായിരുന്നു. അപ്പോ എന്തായാലും പല ജില്ലകളിലായിട്ട് നമ്മുടെ അക്കാഡമീസ് വരും, ബ്രാഞ്ചസ് വരും. മെയിൻ ബ്രാഞ്ച് പക്ഷെ തൃശ്ശൂര് നമ്മുടെ വരക്കര തന്നെയായിരിക്കും മെയിൻ ബ്രാഞ്ച് ഉണ്ടാവാം. ബ്രാഞ്ചുകൾ നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അതെ. അപ്പൊ എന്തായാലും ഗുഡ് ലക്ക്. അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം, പ്രാക്ടീസ് അവരും പരിചയപ്പെടാം. തന്നെയല്ല ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയണേലും കൂടുതലും അവരോട് ചോദിക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. അതിൽ തന്നെ വീട്ടമ്മമാരുണ്ട് കേട്ടോ, കരാട്ടെ പഠിക്കുന്ന വീട്ടമ്മമാരുണ്ട്, അവരും പരിചയപ്പെടാം. ഓക്കെ, നമസ്കാരം. അപ്പൊ മക്കളിവിടെ എത്ര നാളായി? എന്റെ മോള് 3 വർഷമായി. 3 വർഷം. 1 വർഷം. എന്താ പേര്? ശ്രീഹരി. ശ്രീഹരി. 1 വർഷം. 1 വർഷം. എന്താ മക്കളെ ഇങ്ങോട്ട് കരാട്ടെ പഠിപ്പിക്കണം എന്ന് തോന്നുന്ന കാരണം? ഒന്നാമത് നല്ല ആഗ്രഹം അങ്ങനത്തെ അല്ല, വേറെ എന്തെങ്കിലും? സെൽഫ് ഡിഫൻസ് വികൃതിയായിരുന്നു കൂടുതൽ, അങ്ങനെ വല്ല പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. അവൾക്ക് കരാട്ടനോട് കുറച്ച് കമ്പുണ്ടെന്ന് തോന്നി. മകൾ തന്നെയാണ് പഠിക്കുന്നത്? മകൻ കുറച്ച് വികൃതിയാ, ഡിസിപ്ലിൻ പഠിക്കാൻ. അത് ഒന്ന് നേരെയാക്കാൻ വേണ്ടി. 3 ക്ലാസ് ആയിട്ടുള്ളൂ, പഠിച്ചു വരുന്നുള്ളൂ. കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്ക്. മോനാണ് ശ്രീഹരി. 11 വയസ്സ്. 6. വരുന്നതിന് മുമ്പ് 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ആളിലെ എന്തെങ്കിലും മാറ്റങ്ങൾ കാണാൻ സാധിക്കും? നമുക്ക് അറിയാലോ ആളുടെ പ്രവൃത്തികളിൽ. മറ്റേ ഭയങ്കര കുറുമ്പായിരുന്നു, ഇപ്പൊ ഒത്തിരി ഒതുക്കം വന്നുണ്ട്. അച്ചടക്കണ്ട്. നേരെ തിരിച്ച ഇൻട്രോവേർട്ടായിരുന്നു, അതിൽ നിന്ന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എത്ര വയസ്സായി? 8 വയസ്സ്. എന്നാലും അത്യാവശ്യം നല്ല അതൊക്കെ കുറേശ്ശെ ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇൻട്രോവേർട്ട് ആയിരുന്നു, അപ്പൊ അതിന് നല്ലൊരു ചേഞ്ച് ആയിട്ടുണ്ട്, മാറ്റങ്ങളുണ്ട്. നല്ല ശീലമുണ്ട്. മറ്റേതാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവാന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പിന്നിൽ ഒളിക്കായിരുന്നു, എന്റെ അടുത്ത്. അവൻ മുന്നിലേക്കൊന്നും വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്. അവന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചവൻ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ക്ലാസ്സിലായാലും ഇത് തന്നെയാണ്, ടീച്ചേഴ്സ് എന്നും ടീച്ചേഴ്സിന് കംപ്ലൈന്റ് ആയിരുന്നു, ഇവൻ സായി എന്ത് പറഞ്ഞാലും ചിരിച്ചിരിക്കുള്ളൂ, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനില്ലാന്ന്, അറ്റൻഷൻ കുറവാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, ആ ശ്രദ്ധയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഗുരുദേവ വരാഗ്ര, മണ്ണമ്പറ്റ, കരുവേപ്പിടി. മോളെ പഠിക്കണം. ആള് ഇപ്പൊ പുറത്തു പോയാല് കോൺഫിഡൻസ് ആയിട്ട് മറ്റുള്ളവരുടെ കണ്ണി നോക്കി സംസാരിക്കാൻ പക്കയാള്. ആദ്യം ചെറിയൊരു ഷൈ ആയിരുന്നു, ബാക്കിക്ക് നിൽക്കുന്ന ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആയിട്ട് എല്ലാരെയും. ഇല്ല, കരാട്ടയ്ക്ക് മാത്രമേ വിടുന്നുള്ളൂ ഇപ്പൊ. മോൻ
4 വയസ്സായിട്ടുള്ളൂ. സ്കൂളിലൊക്കെ വിടാനാവണുള്ളൂ. ആള് സ്വയം താല്പര്യം ഇൻട്രസ്റ്റ് എടുത്തിട്ട് വന്നതാണ്. അല്ല, അവൻ അങ്ങനെ ഇൻട്രസ്റ്റ് ആവാനായിട്ടില്ല. വന്നൊന്ന് പരിചയമാവണം. ഇത്ര കുട്ടികളായിട്ട് അതെ, മിംഗ്ലിങ് ആവാനായിട്ടാണ്. വീട് എവിടെയാണ്? ബരന്തരപ്പള്ളി. അങ്ങാടിയിൽ തന്നെ. അവിടുന്ന് കുറച്ച് പോണം. മക്കളെ, നിങ്ങളെല്ലാവരും സെറ്റല്ലേ? എല്ലാവരും സെറ്റല്ലേ? ടീച്ചർ എല്ലാരും ഫ്രീ ആയിട്ട് നോളൂട്ടാ. റിലാക്സ് ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ. നമ്മുടെ ടീച്ചർ പവന എന്റെ നാട്ടുകാരി കൂടിയാണ്. വളരെ മിടുക്കിയാണ്. എങ്ങനെയുണ്ട് ടീച്ചറുടെ നിങ്ങളോടുള്ള സമീപനം? അടിപൊളിയാണ്. മോള് പറയും. ഇപ്പൊ എത്ര നാളെ ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയിട്ട്? അപ്പൊ 1 മാസം 2 മാസം. ഇവിടുത്തെ സീനിയർ ആരാണ് ഏറ്റവും കൂടുതൽ എത്ര വർഷങ്ങളായിട്ടുള്ളത്? വൈക. ഞാൻ വൈകര അടുത്തിരിക്കുന്നില്ല. വൈക എവിടെ വീട്? എന്റെ വീട് കല്ലൂര് ആലങ്ങാട്. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെയാ വരാ? ബസ്സിന് വരും? കൊണ്ടുവന്നാ ആരാ വരിക? ഒന്നില്ലെങ്കിൽ അച്ഛൻ കൊണ്ടാക്കല്ലെങ്കിൽ അമ്മ. അത് ഒഴിവനുസരിച്ച്. ബെൽറ്റ് ഏതാ? ഞാൻ ബ്ലാക്ക്. ബ്ലാക്ക് ആയാ? ഇത് ദൂരത്ത് നിൽക്കണം. കുഴപ്പമില്ലേ? ബ്ലാക്ക് ഫസ്റ്റ് ബ്ലാക്കാ? എത്ര നാളായി ബ്ലാക്ക് ആയിട്ട്? ഞാൻ 2 വർഷം. ഇവിടെ പവന ടീച്ചർ എങ്ങനെയാ അവളുടെ കോച്ചിങ് ഇതൊക്കെ? നല്ല ടീച്ചറാണ്. ഞങ്ങളോടൊക്കെ ഭയങ്കര കമ്പനിയാണ്. നന്നായിട്ട് എടുത്തു തരും ചെയ്യും. വഴക്കൊക്കെ പറയും? ആവശ്യ സമയത്ത് പറയും. ഡിസിപ്ലിൻ വേണമെന്നൊക്കെ പറയില്ല? ഡിസിപ്ലിൻ നിങ്ങള് ഡിസിപ്ലിനിൽ നിൽക്കുമോ? അതോ ടീച്ചർ അങ്ങോട്ട് പോകുമ്പോ നിങ്ങള് വർത്തമാനം പറയും? ഇല്ല. പിന്നെ ഇതിൽ ആരാ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളത്? ബ്ലാക്ക് ബെൽറ്റാ? എന്താ പേര്? ആര്യന്റെ രതീഷ്. ആര്യന്റെ? എവിടെ വീട്? എവിടെ? കല്ലൂരാലങ്ങാട്. ഓക്കെ. അനിയനാണ്? ഒരു വെള്ളി 2 ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ബെൽറ്റ്. സൂപ്പർ. എത്രയല്ല പഠിക്കുന്നത്? 7. പിന്നെ എത്ര ബെൽറ്റ് വരെ എടുക്കാൻ? റെഡ് നമുക്ക് എടുക്കാം അല്ലേ? കിട്ടുന്നത്ര. അതല്ല, എന്ത് വരെ പഠിക്കണം? നല്ല സപ്പോർട്ടല്ല വീട്ടിൽ നിന്നൊക്കെ? നല്ല സപ്പോർട്ട്. ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പൊ 7 വർഷം. 7 വർഷം. നിങ്ങളുടെ പേരെന്താ? ശിവനന്ദ. ശബ്ദം പറ്റാണ്. ശിവനന്ദ. എവിടെ വീട്? എവിടെ? കരുവാപ്പടി. തെക്കേക്കര. എത്ര മാസമായി ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ട്? 2 വർഷമായി. ഓക്കെ. ബെൽറ്റ് ഏതാ? ബ്ലൂ. ഓക്കെ. ബ്ലൂ ഇപ്പൊ അടുത്ത് ആയല്ലോ? ഇപ്പൊ അടുത്ത് ആയതാണോ? കുറച്ച് മാസങ്ങളായി ബ്ലൂ ആയിട്ട്. ബോഡിയൊക്കെ ഓക്കെ അല്ലേ? നല്ല സ്ട്രോങ് അല്ലേ? ശരി. എന്താ മോളെ പേര്? സേറ. സേറ. ഓക്കെ. എവിടെ വീട്? വീട് നെല്ലായിലാണ്. ഞാൻ ഇപ്പൊ നിക്കണത് അമ്മ വീട്ടിലാണ്, വരാക്കര. ഇവിടെയാണ് പഠിക്കുന്നത്? ബ്രൗൺ ബെൽറ്റാ? എത്ര മാസമായി ഇവിടെ? വർഷമായി 5 വർഷമായി. വെരി ഗുഡ്. നന്നായിട്ട് പോണു കോച്ചിങ് ഒക്കെ, പ്രാക്ടീസ് ഒക്കെ? പവന ടീച്ചറെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. താങ്ക് യു all. Raise it up. Turn left. Hikari. Yes. 1, 2. Put it up here, better. 3, 4, 5. Yes, seven. Push turn left. Yes. Body straight. Look straight. 1, 2, 3. Look straight. 4, 5. Body straight. 6, 7, 8, 9, 10. Yes. O Tanire, show with me. Yame. Akai ko
Akasunchu. Suskreshmi. Yeme. Avo Yuko. Suskreshmi. Yeme. Avo Yuko. Otanire. Shobu. Shme. Yeme. Suskreshmi. Yeme. Suskreshmi. Yeme. Suskreshmi. Yeme. Suskreshmi. Piggy, Sudan. അപ്പൊ ഈ കഴിഞ്ഞ നമ്മുടെ നവംബർ 15-16 ഇവരുടെ ബ്ലാക്ക് ബെൽറ്റ് എക്സാം കഴിഞ്ഞത്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ? നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞു. അപ്പൊ എക്സാം വളരെ ഭംഗിയായിട്ടാണ് നടന്നത്. എക്സാമിനെ കുറിച്ചിട്ട് നമ്മുടെ എക്സാമിനർ എന്താ പറഞ്ഞത് നമുക്ക് നോക്കിയാലോ. ഇവരോട് തന്നെ ചോദിക്കും, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ പഠിപ്പിച്ച പിള്ളേരല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല അല്ലെ, എക്സാമിന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാൻ വെറുതെ തള്ളുന്നെന്ന് തോന്നിക്കൂടെ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നില്ല ഇവരെ കൊണ്ട്, ഇവരോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് എക്സാമിനർ പറഞ്ഞതെന്ന്. എന്താ ജസ്റ്റിലേറ്റ് എക്സാമിനർ പറഞ്ഞത്? പൊളിയായിരുന്നു അത്ര. ഓക്കെ, അത് നല്ലൊരു സജഷൻ ആണ് വന്നത്. അപ്പൊ നമ്മുടെ ഒരു സീനിയർ എക്സാമിന് വന്നായിരുന്നു, വൈഗ.
ശ്രീവൈഗ പ്ലീസ് കം ടു ദ സ്റ്റേജ്. അപ്പം ശ്രീവൈഗ ഉണ്ടായിരുന്ന എക്സാമിന്. അപ്പൊ എക്സാമിനർ എന്തൊക്കെയാണ് ഇവരെ കുറിച്ചിട്ട് പറഞ്ഞതെന്ന് നിങ്ങളുടെ സീനിയർ തന്നെ നിങ്ങളോട് പറഞ്ഞോളൂ. ശ്രീവൈഗ. ഇവരെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങളെ 2 ബാച്ചിനേക്കാളും നന്നായിട്ടും കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് ഇവർ നന്നായി ചെയ്തു എന്നാണ് പറഞ്ഞത്. മാഷ് കുറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്ത ബാച്ച് ഇവരായിരുന്നു എന്നാണ് മാഷിന്റെ അഭിപ്രായം പറഞ്ഞതെന്ന്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ബെൽറ്റ് എക്സാം പാസ്സാവാൻ കുറച്ച് ടഫ് ഉണ്ടല്ലോ ഇവിടെ അല്ലേ? കുറച്ച് നല്ല ടഫ് ഉണ്ട് അല്ലേ? അത് മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജപ്പാനീസ് വാക്കുകൾ കുട്ടികൾക്ക് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടും തന്നെയല്ല, ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡീസ് നടത്തണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ എക്സാംസ് ഇപ്പൊ ടഫായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ തരണം ചെയ്ത് കടന്നാണ് ഇപ്പൊ ഇവര് ബ്ലാക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു ബ്ലാക്ക് ബെൽറ്റിന്റെ എടുത്തതിന്റെ ഒരു സന്തോഷത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ചെലവ് തരണ്ടേ? വേണം. നാളെ നിങ്ങൾ കൊടുക്കാനുള്ളവരാണ് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചെലവ് തരാനായിട്ടാണ് ഇവരിപ്പോ ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചാലോ? യെസ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. ഇന്ന് നമ്മുടെ ബ്ലാക്ക് ബെൽറ്റിന്റെ കേക്ക് കട്ടിംഗ് സെറമണിയുടെ ഇതിൽ തന്നെ നമ്മുടെ രഘുനാഥ് ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്, യൂട്യൂബർ ആണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും വളരെയധികം നമസ്കാരം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇന്നൊരു ദിവസം എനിക്ക് ഇന്ന് ഇവിടെ വന്നെത്തിപ്പെടാൻ തന്നെ സാധിച്ചതിൽ വളരെയധികം ഒരു ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു സന്ദർഭം കാണുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ വരുന്നത്. ഈ പവന എൻ്റെ കൂടി ഒരു നാട്ടുകാരിയാണ്, വളരെ മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് സ്വന്തമായിട്ട് ഒറ്റയാൾ പട്ടാളം ഇത്രയും ആരുടെയും സപ്പോർട്ടില്ലാതെ കണ്ടതെന്ന് തന്നെ പറയാം. അങ്ങനെയില്ല, നല്ല സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, സപ്പോർട്ട് ഇല്ലാതെ കണ്ട് പറ്റില്ലല്ലോ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ആദ്യം നമ്മൾ രംഗത്ത് വന്നപ്പോ പലരുടെയും അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ എന്താ പറയാ അറുത്തു മാറ്റിക്കൊണ്ട് ആളൊരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് ഈ മുന്നിലേക്ക് വന്നത്. അപ്പൊ ഈ അവസരത്തില് നമ്മൾക്ക് ഈ കൊച്ചുമക്കളുടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയതിന്റെ നമുക്ക് സന്തോഷം പങ്കുവയ്ക്കാം, കേക്ക് മുറിക്കാനായിട്ട്. ഓക്കെ പവന, അപ്പൊ നമ്മളിവിടെ കണ്ടുമുട്ടിയതിലും ഇങ്ങനെ ഒരു അവസരത്തിൽ സ്റ്റുഡൻസിനെ കണ്ടു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടു, വളരെയധികം എന്താ പറയാ ഹൃദയം നിറഞ്ഞൊരു ഇതായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. പിന്നെ മാത്രമല്ല, നമുക്ക് പവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. പവന വെറും കരാട്ടെ ട്രെയിനിങ് മാത്രമല്ല, ആൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആള് നല്ലൊരു ട്രാവലറാണ്, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അതുപോലെ റൈഡിങ് അതൊക്കെ അടിപൊളിയായിട്ട് നടത്തുന്ന ആളാണ്. എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആണ്. മാത്രമല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു കലാരംഗത്തും കൂടി വന്നപ്പോൾ ആളുടെ പെയിന്റാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു ക്യാൻവാസിൽ ഒരു കഥകളി രൂപപ്പെടുത്തിയിരിക്കുകയാണ്, അക്രലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. അവിടെ വേറെ പെയിന്റ് ഉണ്ട്. ആൾ പറഞ്ഞ സമയം കിട്ടുന്നില്ല, സമയം കിട്ടാത്ത കാരണമാണ് ഈ പെയിന്റിങ് നടക്കാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പവനയ്ക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. അപ്പം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. RN ബ്ലോഗ് ഇവിടെ സൈനിങ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റുഡൻസിനോടും എല്ലാവരോടും
പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, press button അമർത്തുക. അത് നോർമൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഗുഡ് ലക്ക്. ഓക്കെ, താങ്ക് യു.